ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾക്ക് കൈകൾ തട്ടി ഒരു പാട്ട് പാടാം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മണ്ണിടത്തിൽ വന്നതും, നീതരാ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീതരാ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവരി മല മുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നതു, നീ മരിച്ചു ഇരേകിയ കാൽകരം ചേർന്നതു, നീ മരിച്ചു ഇരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ജനഗണയുടെ വലമമന്നു നീ ഞങ്ങൾക്കായി ദിനം പ്രതി പക്ഷപാതം ചെയ്തു ജീവിച്ചിടുന്ന, ദിനം പ്രതി പക്ഷപാതം ചെയ്തു ജീവിച്ചിടുന്ന, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നെന്നും ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഇന്നത്തെ ദിവസത്തെ ചിന്തയ്ക്കായി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കഥ പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു വൃദ്ധൻ മാവിൻ തൈ നട്ടുകൊണ്ടിരുന്നു. അയാൾ നല്ല ക്ഷീണിച്ച് വേർത്തിട്ടും വെള്ളമൊഴിക്കുകയും കുഴിക്കുകയുമായിരുന്നു. ആ സമയത്ത് ആ വഴിയിൽ ഒരു ആൾ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ വൃദ്ധനെ കണ്ടപ്പോൾ അയാൾക്ക് കനിവ് തോന്നി. അയാൾ ആ വൃദ്ധൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് പ്രായമായി, നിങ്ങൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്? ഈ മരം വളർന്നു വരാൻ കുറേ വർഷങ്ങളും ആവും, ഫലങ്ങളും വരാൻ കുറേ വർഷങ്ങളും ആവും. നിങ്ങൾക്ക് ഇതിൻ്റെ പഴങ്ങൾ കഴിക്കാൻ സാധിക്കില്ല. ആ വൃദ്ധൻ ബുദ്ധിപരമായ ഒരു മറുപടി നൽകി. എൻ്റെ അപ്പൂപ്പൻ മരങ്ങൾ നട്ടുമായിരുന്നു. അദ്ദേഹം ഇന്നിവിടെ ഇല്ല, അതുകൊണ്ട് എനിക്കിന്ന് അയാളുടെ പഴങ്ങൾ ആശ്വസിച്ച് കഴിക്കാം. പക്ഷേ ഞാൻ നട്ടില്ലെങ്കിൽ ഭാവിയിൽ എൻ്റെ കൊച്ചുമക്കൾ എങ്ങനെ കഴിക്കും? അതെ, നമ്മളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. അബ്രഹാമിന് മക്കൾ ഉണ്ടാകും മുമ്പേ ദൈവം പറഞ്ഞു, നിന്റെ മക്കൾ പോകുന്ന ദേശത്തെവിടെയും അനുഗ്രഹമാക്കി തീർക്കും. ഇത് ഉൽപ്പത്തി 18:19 രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണമെന്നാൽ അബ്രഹാം തൻ്റെ വീട്ടുകാരെയും തൻ്റെ മക്കളെയും ഒരുമിച്ച് നീതിയും ന്യായവും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നതിന് കാരണമാണ് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. തങ്ങൾ കണ്ട് അനുഭവിച്ച അത്ഭുതങ്ങൾ ഗിദെയോനിൽ കൂടെ നമ്മൾ ന്യായാധിപന്മാർ പുസ്തകം 6:13 കാണുന്നു. ഇതുകൊണ്ടാണ് നമുക്ക് മിദ്യാന്മാരെ ഒരുമിച്ച് തോൽപ്പിക്കുവാനും ഇസ്രായേലിനെ രക്ഷിക്കുവാനും ഗിദെയോന് പ്രചോദനമായത്. തിമത്തിയോസ് ഒരു അവിശ്വാസിയുമായ ഒരു യവനനുമായ ഒരു അപ്പനിൽ നിന്ന് ജനിച്ചവനായിരുന്നു. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികൾ 16:1, 2 തിമത്തിയോസ് 1:5 പറയുന്നു, തിമത്തിയോസിൻ്റെ വലിയമ്മ ലോയിസ് തൻ്റെ മകൾ യൂണിക്കയിലും കൂടെ, യൂണിക്കൈ തൻ്റെ മകൻ തിമത്തിയോസിലും കൂടെ ദൈവകൃപ പകർന്നു നൽകി. ഇത് കാരണമാണ് തിമത്തിയോസിന് ദേവദാസനാകാൻ കാരണം. യോർദാനിൽ നിന്നെടുത്ത 12 കല്ലുകൾ കുഴിച്ചിടാതെ ഗിൽഗാലിൽ നാട്ടിയതുപോലെ ഇടുക.
കാരണം നമ്മുടെ അടുത്ത തലമുറ അത് കണ്ട് പഠിക്കണം. നമ്മൾ അടുത്ത തലമുറ പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയതും നമ്മൾ ശ്രമിക്കണം. ദൈവം നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.